പാകിസ്ഥാനിലെ സൈനിക മേധാവിയായ അസീം മുനീറിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോഴും മുറുകുന്നത്. കാരണം അസീം മുനീർ പാക് പട്ടാളത്തിൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. സ്വാഭാവികമായും പാക് സൈന്യാധിപന്മാർ അട്ടിമറികൾ നടത്തിയിട്ട് ഭരണത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, അയൂബ് ഖാൻ ഒരു സൈനിക മേധാവിയായിരുന്നു. അദ്ദേഹം പിന്നീട് പാക് പ്രസിഡൻ്റായിട്ട് മാറി. പിന്നീട് സിയാ ഉൾ ഹക്ക് വലിയ അട്ടിമറി നടത്തി. ഏറ്റവും ഒടുവിലായിട്ട് പർവേസ് മുഷറഫ്. ഏതാണ്ട് അതിന് സമാനമായ നിലയിലേക്കാണ് ഈ അസീം മുനീറും എത്തിയിരിക്കുന്നത്. പക്ഷേ അസീം മുനീർ പാക് പട്ടാളത്തെ ഉപയോഗിച്ച് അട്ടിമറി നടത്താനുള്ള നീക്കങ്ങൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു യുദ്ധസമാനമായ സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. മാത്രമല്ല, ഇന്ത്യ കനത്ത തിരിച്ചടി നൽകിയതോടുകൂടി നിലവിലെ ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ അട്ടിമറിച്ച് ഞാൻ ഭരണം ഏറ്റെടുത്തു എന്ന് അസീം മുനീറിന് പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇന്ത്യ ആക്രമണം ആരംഭിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം, അസീം മുനീറിനെ ഇപ്പോൾ കാണാനില്ല. 2 ആഴ്ചയായിട്ട് അദ്ദേഹം മിസ്സിംഗ് ആണ്. അപ്പോൾ പാക് പട്ടാളത്തിൻ്റെ തടവിലാണ് ഇയാളെന്നും അതല്ല വെടിവെച്ച് കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന ചില വിവരങ്ങളനുസരിച്ച് സാഹിർ ഷഹീദ് മിർസ, അതായത് പാകിസ്ഥാനിലെ പുതിയ പട്ടാള മേധാവിയായി ചുമതലയേറ്റു. അങ്ങനെയാണെങ്കിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം വരണം. പക്ഷേ അങ്ങനെ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും സാഹിർ ഷഹീദ് മിർസ വന്നു എന്നും അസീം മുനീർ പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇയാൾ ആരാണ് എന്നുള്ളതോടെ നമ്മൾ മനസ്സിലാക്കണം. അതായത് 2021 മുതൽ 22 വരെ റാവൽപിണ്ടിയിലെ നോർത്തേൺ കമാൻഡിനെ നയിച്ച ആളാണ്. ചെറുപ്പത്തിലെ തന്നെ ഈ പറയുന്ന പട്ടാളത്തിൽ ചേരണമെന്ന ആഗ്രഹവുമായി പ്രവർത്തിക്കുകയും അത് സാധിക്കുകയൊക്കെ ചെയ്തു. നിരോധിത തെഹ്രിക്ക് താലിബാൻ പാകിസ്ഥാനും വടക്കൻ വസീറിസ്ഥാനിലെ മറ്റ് തീവ്രവാദ സംഘടനകൾക്കുമെതിരായി നടന്ന പട്ടാള നടപടികളിലൊക്കെ ഇയാൾ മുഖ്യ പങ്ക് വഹിച്ചു എന്നാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല, പാകിസ്ഥാൻ, ചൈന, അഫ്ഗാനിസ്ഥാൻ, അമേരിക്ക എന്നിവ ഉൾപ്പെടുന്ന അഫ്ഗാൻ ചർച്ചകൾക്ക് മധ്യസ്ഥ വഹിച്ച വ്യക്തിയാണ്. അപ്പോൾ ഇത്തരത്തിൽ മിർസ പുതിയ തലവനായിട്ട് വരണമെങ്കിൽ സ്വാഭാവികമായിട്ടും അസീം മുനീർ കൊല്ലപ്പെടണം. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വിവരം, അസീം മുനീറിൻ്റെ അക്കൗണ്ടിൽ നിന്ന്, അതായത് ലണ്ടനിലേക്ക് ഒരു ബാങ്ക് ട്രാൻസാക്ഷൻ നടന്നതിൻ്റെ വിവരങ്ങൾ പുറത്തുവിടുന്നു. ഇത് പാക് ആർമി തന്നെയാണ് പുറത്തുവിട്ടത്. ഏതാണ്ട് 2363 കോടി രൂപ അസീം മുനീർ ട്രാൻസ്ഫർ ചെയ്തു എന്നതിൻ്റെ വിവരങ്ങളാണ് ലഭിച്ചത്. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വിദേശ രാജ്യങ്ങളിൽ നിന്ന്, വേൾഡ് ബാങ്കിൽ നിന്ന്, IMF നിന്നൊക്കെ വൻതോതിൽ പണം കിട്ടുമ്പോൾ അത് അവിടുത്തെ പൊളിറ്റീഷ്യൻസും അതുപോലെ തന്നെ ആർമിയുടെ തലപ്പത്തുള്ളവരും വകമാറ്റി ചെലവഴിക്കും. എന്നിട്ട് ഈ തുക വൻതോതിൽ വിദേശ രാജ്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കാറുണ്ട്. ഇവിടെ അസീം മുനീറും ഇത്തരത്തിൽ വൻതോതിൽ പണം നിക്ഷേപിച്ചു എന്നതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നു. ഇതിനിടയിലാണ് അസീം മുനീറിനെ കാണാനില്ല എന്നതും വ്യക്തമാകുന്നത്. ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം ഈ അസീം മുനീറാണ്. കാരണം ജുഗുലാർ വെയിനാണ് കശ്മീർ എന്നും കശ്മീരിനെ ഞങ്ങൾ കീഴടക്കുമെന്നും ഒക്കെയുള്ള രീതിയിൽ വലിയ പ്രകോപനപരമായ പ്രസംഗങ്ങളൊക്കെ അസീം മുനീർ നടത്തിയിരുന്നു. ഇതിന് ശേഷമാണ് ഈ പഹൽഗാം അറ്റാക്ക് നടന്നത്. അപ്പോൾ നമുക്കറിയാം, പാകിസ്ഥാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളെന്ന് പറയുന്നത് മതവും മറ്റൊന്ന് സൈന്യവുമാണ്. ലോകത്തെ എല്ലാ രാജ്യങ്ങളും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരു സൈന്യമുണ്ടെന്ന്. എന്നാൽ പാകിസ്ഥാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പാക് ആർമി പറയുകയാണ് ഞങ്ങൾക്കൊരു രാജ്യമുണ്ടെന്ന്. കാരണം ആർമിയാണ് എല്ലാ കാര്യവും നിയന്ത്രിക്കുന്നത്. ഇവിടെയും എന്താണ്, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളൊന്നും തന്നെ കാലാവധി പൂർത്തീകരിക്കാൻ പാകിസ്ഥാനിൽ സാധിക്കാറില്ല. അപ്പോഴേക്കും പട്ടാള അട്ടിമറികൾ നടക്കും. പ്രധാനപ്പെട്ട 3 അട്ടിമറികളാണ് പാകിസ്ഥാനിലുണ്ടായത്. ഇപ്പോൾ നമുക്കറിയാലോ, ആദ്യത്തെ അട്ടിമറി നടന്ന 1958 ഒക്ടോബർ 27 ഉണ്ടായിരുന്നത്. അന്ന് അയൂബ് ഖാൻ എന്ന് പറയുന്ന സൈനിക മേധാവി പ്രസിഡൻ്റായിരുന്ന ഇസ്കന്ദർ അലി മിർസയെ അട്ടിമറിക്കുന്നു. അതായത് 1956-58 കാലയളവിൽ വലിയ രാഷ്ട്രീയ അസ്ഥിരതയുണ്ടായെന്നും പ്രധാനമന്ത്രിമാർ മാറി മാറി വന്നെന്നും ഒക്കെ പറഞ്ഞിട്ടാണ് ഈ സൈനിക നേതൃത്വം അധികാരം ഏറ്റെടുക്കുന്നത്. അന്ന് പറഞ്ഞത്, ഞങ്ങൾ സ്ഥിരതയുള്ള ഒരു സർക്കാരിനെ പുനഃസ്ഥാപിക്കും, അതുകൊണ്ട് തന്നെ അയൂബ് ഖാൻ എന്ന് പറയുന്ന പുതിയ ഭരണാധികാരി അവിടെ നിലവിൽ വരുന്നു എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ അട്ടിമറി നടക്കുന്നത് 1977 ജൂലൈ 5-നാണ്. അന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ കൃത്രിമത്വം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് സിയാ ഉൾ ഹക്കാണ് ഈ പറയുന്ന വലിയ അട്ടിമറി നടത്തിയത്. അതായത് സുൽഫിക്കർ അലി ഭൂട്ടോ ഭരണകൂടത്തെ പുറത്താക്കി. 1977 ഇലക്ഷനിൽ കൃത്രിമത്വം വരുത്തി. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രിമാരുടെ ഭരണം ശരിയല്ല, ഞങ്ങൾ ഒരു പുതിയ ഭരണകൂടത്തെ കൊണ്ടുവരും, സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ ഇലക്ഷൻ നടത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മുഹമ്മദ് സിയാദ് ഉൽ ഹക്ക് അവിടുത്തെ ഭരണം ഏറ്റെടുത്തത്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു? 90 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ നടക്കുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നീട് ഈ പറയുന്ന സുൽഫിക്കർ അലി ഭൂട്ടോയെ
തൂക്കിക്കൊല്ലുന്ന സാഹചര്യം വരെ ഉണ്ടായി. അവരുടെ അനന്തരാവകാശം നമുക്കറിയാമല്ലോ, ബേനസീർ ഭൂട്ടോ അവിടെയുള്ള ഇലക്ഷനിൽ റാലിക്കിടെ കൊല്ലപ്പെട്ടു. ബിലാവൽ ഭൂട്ടോ അതിനെതിരായിട്ട് ചില നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇതൊക്കെയാണ് അവിടുത്തെ ചരിത്രം. പിന്നീട് അറിയാം, നവാസ് ഷെരീഫ് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ പർവേസ് മുഷാറഫ് എന്ന് പറയുന്ന സൈനിക മേധാവി ഉണ്ടായിരുന്നു. അയാളെ കൂടെ കൊണ്ട് നടന്നു. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഈ പറയുന്ന നവാസ് ഷെരീഫിനെയും അട്ടിമറിച്ചു. എന്നിട്ട് അവിടുത്തെ പ്രസിഡൻ്റായി മാറി. പിന്നീട് ഈ പറയുന്ന പർവേസ് മുഷറഫ് എന്ത് സംഭവിച്ചു എന്നൊക്കെ ഉള്ളത് ചരിത്രമാണ് നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെയും നവാസ് ഷെരീഫിൻ്റെ സഹോദരനായ ഷഹബാസ് ഷെരീഫ് എന്ന് പറയുന്ന വ്യക്തിയാണ് നിലവിൽ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി. അപ്പോൾ കൃത്യമായിട്ട് ഈ ഷഹബാസ് ഷെരീഫിന് നവാസ് ഷെരീഫ് നിർദ്ദേശം നൽകി അസിം മുനീർ കളിക്കുന്നത് കൃത്യമായ പട്ടാള അട്ടിമറിക്കുള്ള നീക്കമാണ്, നീ അത് മുന്നിൽ കണ്ടുകൊണ്ട് നോക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പഹൽഗാം കൂട്ടക്കൊല നടന്നതിന് ശേഷം സംഘർഷഭരിതമായ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കൃത്യമായിട്ട് ഈ ഷഹബാസ് ഷെരീഫ് പറഞ്ഞു പാക് ആർമി എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിക്കണമെന്ന്. അപ്പോൾ ഇവിടെ ഈ ഷഹബാസ് ഷെരീഫിൻ്റെ നിലപാടുകളോട് ഈ അസീം മുനീർ വിയോജിക്കുമെന്നൊക്കെ കരുതി. പക്ഷേ ഈ അസീം മുനീറിന് ഇതൊക്കെ അറിയാമായിരുന്നു. കാരണം വെൽ പ്ലാൻഡ് ആയിരുന്നു. കാരണം മതവും സൈന്യവും ഇടകലർന്ന് അവിടുത്തെ മതവികാരങ്ങളെ ഉണർത്തി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ അസീം മുനീറിനുണ്ട്. അതായത് ഖുറാൻ മുഴുവൻ കാണാപ്പാഠം പഠിച്ച ഒരു സൈന്യാധിപൻ ആരാണെന്ന് ചോദിച്ചാൽ ഈ അസീം മുനീറാണ്. ഇതിൻ്റെ കാരണം ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു അധ്യാപകനായിരുന്നു, ഒപ്പം തന്നെ ഒരു പള്ളിയിലെ ഇമാമും. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചകളിലെ കുത്തുബ പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന പിതാവിൻ്റെ പാത പിന്തുടർന്നാണ് അസീം മുനീർ രംഗത്ത് വന്നത്. അപ്പം ഇയാൾക്ക് പട്ടാളത്തിലൊക്കെ ചേരാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ഖുറാനൊക്കെ മനഃപ്പാഠം പഠിക്കുകയും ഈ മത ചിന്തകളൊക്കെ ധാരാളമായിട്ട് അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് പലപ്പോഴും അസീം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവി തൻ്റെ പ്രസംഗത്തിനിടയിൽ പോലും ഈ പറയുന്ന ഖുറാനിലെ സൂക്തങ്ങളൊക്കെ ഉരവിട്ടുകൊണ്ട് പാക് ആർമിയിലെ വലിയൊരു വിഭാഗത്തെ കൂടെ നിർത്താൻ ശ്രമിച്ചു. ഒപ്പം പാക് ആർമിയാണ് അവിടുത്തെ ഭീകരരെ റിക്രൂട്ട് ചെയ്യുകയും പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അവരുടെ ഒരു നേതാവായിട്ട് മാറി നിൽക്കാനും ഈ അസീം മുനീറിന് സാധിച്ചത് ഈ പറയുന്ന മതബന്ധത്തെയൊക്കെ എപ്പോഴും കൂട്ടുപിടിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന പാകിസ്ഥാനിലെ പട്ടാള മേധാവികൾക്കുണ്ടായതുപോലെ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു തിരിച്ചടി ഈ പറയുന്ന അസീം മുനീറിനും ഉണ്ടായെന്ന് കരുതുന്നുണ്ട്. കാരണം പട്ടാള മേധാവി ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെടുന്നു, അല്ലാതെ മരിക്കുന്നു. ഇതൊക്കെ തന്നെ ദുരൂഹത ഉളവാക്കുന്ന കാര്യമാണ്. ഇവിടെയും അസീം മുനീറിനെ പാക് സൈന്യം തടവിലാക്കുകയോ വെടിവെച്ച് കൊല്ലുകയോ ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ കഴിയില്ല. ഇവിടെ ഒരു സമാന്തര അധികാര കേന്ദ്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അസീം മുനീർ ഇമ്രാൻഖാൻ പ്രധാനമന്ത്രിയായിരുന്ന കാലത്തെ ശ്രമം തുടങ്ങിയിരുന്നു. അന്ന് ഇമ്രാൻഖാൻ്റെ ഉത്തരവുകളൊന്നും ഇയാൾ അനുസരിക്കില്ലായിരുന്നു. ഒടുവിൽ ISIയുടെ തലവനായിട്ട് ഈ അസീം മുനീർ പോയെങ്കിലും ഇമ്രാൻഖാൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് അതിൽ നിന്ന് പിന്നീട് പുറത്താക്കി. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ ഇമ്രാൻഖാൻ തടവിലാവുകയും അസീം മുനീർ പാക്കിൻ്റെ സർവ്വസൈന്യാധിപനായി മാറുകയും ചെയ്തു. ഇത് കൃത്യമായിട്ട് മുതലെടുക്കാനാണ് ഇയാൾ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഇയാൾ കരസേനയുടെ തലപ്പത്തെത്തിയപ്പോൾ തന്നെ സിവിൽ മേഖലയിലെ ഭരണത്തിൽ, അതുപോലെ തന്നെ സൈനിക മേഖലയിലെ ഭരണത്തിലൊക്കെ ഇയാളുടെ അടുത്ത ബന്ധുക്കളെ കൊണ്ട് നിയമിച്ചു. അതുപോലെ തന്നെ ക്രിക്കറ്റ് ബോർഡിൻ്റെ തലപ്പത്തേക്ക് എത്തിച്ചു, ആഭ്യന്തരമന്ത്രി പദത്തിലേക്ക് എത്തിച്ചു. അങ്ങനെ മൊത്തത്തിൽ വലിയ അഴിമതികൾ അസീം മുനീർ നടത്തി വന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ 2363 കോടി രൂപയൊക്കെ ഈ സർക്കാരിൻ്റെ പണം ഈ അസീം മുനീർ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റി. അതാണ് ലണ്ടനിലെ മറ്റൊരു അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻ നടത്തി എന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. അങ്ങനെയുള്ള ഒരു ഭരണാധികാരി ഇനി വേണ്ട. മാത്രമല്ല പാകിസ്ഥാൻ ജനത വലിയ ദുരിതത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഏതാണ്ട് 10,000 കോടി രൂപ കിട്ടിയെങ്കിൽ മാത്രമേ ഇനി അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ എന്നൊരു സാഹചര്യവും ഉണ്ടായി. പക്ഷേ ഇന്ത്യ ഇടപെട്ട് IMFനെ കൊണ്ട് അത് പുനർവിചിന്തനമൊക്കെ നടത്തി ആ പണം നിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും വെറുപ്പും വിദ്വേഷവും കൂട്ടിക്കലർത്തി സംസാരിക്കുന്ന സൈനിക മേധാവി എന്നുള്ള ഇമേജ് അസീം മുനീറിനുണ്ടായിരുന്നു. അപ്പോൾ JD വാൻസ് എന്ന് പറയുന്ന അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ശ്രദ്ധ അതിലേക്ക് തിരിയാൻ വേണ്ടി പഹൽഗാം എന്ന് പറയുന്ന കശ്മീരിലെ ഒരു ഭാഗത്ത് ഒരു അറ്റാക്ക് നടത്തുന്നു. മതം ചോദിച്ച് 26 പേരെ കൊലപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള ഒരു വ്യക്തിയായിട്ട് ഈ അസീം മുനീർ മാറുകയാണ്. ഇയാളുടെ ചിന്ത അതാണ്. കാരണം മതവും ജോലിയും കൂട്ടിക്കലർത്തി മുന്നേറിക്കഴിഞ്ഞാൽ പാകിസ്ഥാനിലെ ജനങ്ങൾ മുഴുവൻ എൻ്റെ കൂടെ നിൽക്കും. മാത്രമല്ല ഈ ഐ സ്ട്രൈക്ക് കോപ്സ് മംഗള ചീഫിൻ്റെ തലവനായിട്ട് ഇയാൾ സേവനം അനുഷ്ഠിച്ചതുകൊണ്ട് തന്നെ ആ മേഖലയിൽ, അതായത് ദുർഘടമായ മേഖലയിലെ ജനങ്ങളുടെ ആർമിയുടെയൊക്കെ മുഴുവൻ വികാരങ്ങൾ ഉൾക്കൊള്ളാനും അവർക്ക് വേണ്ടി എങ്ങനെ നിലകൊള്ളാനും കഴിയുമെന്ന് ഇയാൾ ചിന്തിച്ചു. അതുകൊണ്ടാണ് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് നമ്മളുടെ വികാരമാണ്, നമുക്ക് വേണ്ടി പോരാടി മരിച്ചവർക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണമെന്നൊക്കെ പ്രവാസി പാകിസ്ഥാൻകാരോട് ആഹ്വാനം ചെയ്തത്. മാത്രമല്ല ഇയാൾ പറഞ്ഞ മറ്റൊരു കാര്യം, ദ്വിരാഷ്ട്രവാദത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തി, ജിന്ന എങ്ങനെയാണ് നമ്മൾ
നമ്മൾക്ക് വേണ്ടി നിലകൊണ്ടത്. ഹിന്ദുക്കളുടെ ആചാരം, സംസ്കാരം, ആഘോഷങ്ങൾ, അവരുടെ പെരുമാറ്റം ഇതെല്ലാം തന്നെ നമ്മളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അപ്പം നമ്മളാണ് യഥാർത്ഥ മനുഷ്യരെന്നും നമ്മൾ ജിഹാദ് നടത്തേണ്ട ആളുകളാണെന്നും ഈ വിവരം പുതിയ തലമുറയിലേക്ക് എത്തിക്കണമെന്നും ഒക്കെ അസീം മുനീർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം മതഗ്രന്ഥത്തെ കൂട്ടുപിടിച്ച് നിലകൊണ്ടു കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാൻ്റെ ഭരണകൂടത്തിൻ്റെ തലപ്പത്തേക്ക് എത്താൻ എളുപ്പമാണ്. ഇപ്പം നമുക്കറിയാലോ, ഇപ്പോൾ ഖുറാനെ നിന്ദിക്കുന്നു എന്ന തരത്തിൽ ഒരു വ്യാജമായ പ്രചരണം നടത്തിയാൽ മതി, പാകിസ്ഥാനിൽ വലിയ കലാപം ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ഖുറാൻ മനഃപ്പാടമാക്കിയ അല്ലെ അത്തരം ഒരു കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് വളർന്നു വരുന്ന അസീം മുനീറിന് പാക് അട്ടിമറി നടത്തി അല്ലെങ്കിൽ ഭരണകൂടത്തെ മറിച്ചിട്ടുകൊണ്ട് തനിക്ക് പ്രസിഡൻ്റ് ആകാമെന്ന് കൃത്യമായി ചിന്തിച്ചു. പക്ഷേ മുമ്പൊക്കെ ഞാൻ പറഞ്ഞതുപോലെ അയൂബ് ഖാനും സിയാ ഉൽ ഹക്കും അതുപോലെ തന്നെ മുഷറഫുമൊക്കെ എന്താണോ പാകിസ്ഥാനിൽ ചെയ്തത് അതേ വിധി തന്നെ ഏതാണ്ട് ഈ അസീം മുനീറിനെയും കാത്തിരിക്കുന്നു. അതായത് പാക് പ്രധാനമന്ത്രിമാരെ അട്ടിമറിച്ചുകൊണ്ട് സൈനിക മേധാവിമാർ എപ്പോഴൊക്കെ ഭരണത്തിലെത്തുന്നോ അപ്പോഴൊക്കെ അവർക്ക് തിരിച്ചടി കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് മനസ്സിലാകുന്ന കാര്യം അസീം മുനീർ എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ സ്വാഭാവികമായും കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് കരുതുന്നത്. ഇനി അതല്ല എങ്കിൽ ആർമിയുടെ തടവിലായിരിക്കും. എന്തായാലും സഹീർ ഷംസീദ് മിർസ എന്ന് പറയുന്ന പുതിയ പാക് സൈനിക മേധാവി എത്തി എന്നുള്ളത് ഏതാണ്ട് സ്ഥിരീകരിക്കപ്പെട്ടു. പക്ഷേ ഔദ്യോഗികമായി പാകിസ്ഥാൻ പ്രഖ്യാപിച്ചിട്ടില്ല. ഇതിൻ്റെ കാരണം ഇപ്പോഴും ഇന്ത്യൻ അതിർത്തിയിൽ പാക് അവരുടെ ആർമികളെയൊക്കെ സുസജ്ജമാക്കി നിർത്തിയിരിക്കുന്നു. ഡ്രോൺ ആക്രമണം തുടരുന്നു. നമ്മുടെ സൈനിക ആശുപത്രികൾക്ക് നേരെ ആക്രമണം നടത്തുന്നു. ഒപ്പം രാജ്യാന്തര തലത്തിൽ, ആഭ്യന്തര തലത്തിലൊക്കെ വിമാനങ്ങൾ സർവീസ് നടത്തുമ്പോൾ ഡ്രോൺ ആക്രമണം നടത്തുന്നു. അപ്പോൾ ഇന്ത്യ തിരിച്ച് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ ഈ എയർ വിമാനങ്ങൾ, അതായത് പാസഞ്ചർ വിമാനങ്ങളൊക്കെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിന് വലിയ നാശമുണ്ടാകും. അങ്ങനെ ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ കുറ്റക്കാരാക്കാനുള്ള ശ്രമങ്ങളും പാകിസ്ഥാൻ നടത്തുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് മുന്നിൽ കണ്ടുകൊണ്ട് സൈനികർ ഈ നീക്കമെല്ലാം പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അസീം മുനീർ ഇനി ജീവിച്ചിരിക്കുന്നുവെന്ന് അദ്ദേഹം തന്നെ നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ട് പറയേണ്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പേരുള്ള പണം വൻതോതിൽ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ അസീം മുനീർ തൻ്റെ ഭാര്യയും കുടുംബാംഗങ്ങളെയും UK മാറ്റി എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ ഷഹബാസ് ഷെരീഫിനെയും കാണാനില്ല, അസീം മുനീറിനെയും കാണാനില്ല. മുനീർ കൊല്ലപ്പെട്ടതാണെങ്കിൽ ആ വിവരം പാകിസ്ഥാൻ ഇനി ഔദ്യോഗികമായി അറിയിക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട വിഷയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.